ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇങ്ങ് അടുത്തു വന്നു. രണ്ടാഴ്ചകൾ കൂടി മാത്രമേ ഇനി ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ളൂ. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെയൊന്നും ആകാൻ സാധ്യതയില്ല. പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സീസണും മിക്കവാറും മോശം തന്നെ ആയിരിക്കും. എന്നാൽ പോലും പ്രതീക്ഷകൾക്ക് വക കൊടുക്കുന്നുണ്ട് നല്ലൊരു സീസൺ ആകട്ടെ എന്ന്. കാരണം കഴിഞ്ഞ 2 സീസണുകളും വൻ പരാജയമായിരുന്നു. അത് ബിസിനസ് പരമായിട്ടല്ല, നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ വൻ പരാജയം തന്നെയായിരുന്നു കഴിഞ്ഞ 2 സീസണുകളും. അതുകൊണ്ട് ഈ ഒരു സീസൺ മികച്ചതാകണേ എന്ന് എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് തന്നെ ആയിരിക്കുമെന്നാണ് എന്റെയും പ്രതീക്ഷകൾ. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് തന്നെയായിരിക്കും പ്രൊമോയിൽ പറയുന്നത് പോലെ 7ന്റെ പണി തന്നെയായിരിക്കും വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ടീം ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ കഴിഞ്ഞ സീസണുകൾ പോലെയല്ല ഈ ഒരു സീസണിലേക്ക് നമ്മുടെ ഷോ ഡയറക്ടറായിട്ട് സെർഗോ വിജയരാജ് ആണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സീസണിലേക്ക് കഴിഞ്ഞ സീസൺ വരെ നമുക്കറിയാം 4, 5, 6 ഒക്കെ നമ്മുടെ ഹാഫീസ് ആയിരുന്നു ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടറായിട്ട്. ഹാഫീസ് നിലവിൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ പോലും മെയിൻ ഷോ ഡയറക്ടറായിട്ട് സെർഗോ വിജയരാജ് ആണ് ഈ ഒരു സീസണിലേക്ക് വന്നിരിക്കുന്നത്. പുള്ളിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9, അതുപോലെ തന്നെ നമ്മുടെ സരിഗമപ സീസൺ 1, ഡാൻസിങ് സ്റ്റാർസ്, അതുപോലെ തന്നെ മൈലാഞ്ചി, അതുപോലെ പല ലൈവ് ഇവന്റ്സ് ഒക്കെ പുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ സ്വീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എന്തൊക്കെ പറയുന്നുണ്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് തന്നെയായിരിക്കും പുള്ളിയുടെ ഒരു ഡയറക്ഷനും, അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളും, ക്യാമറ എങ്ങനെ കൊണ്ടുവരണം, ക്യാമറ എങ്ങനെ എടുക്കണം, ഏതൊക്കെ ക്യാമറ ഷോട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ തരാൻ പുള്ളിയെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം പുള്ളിയുടെ പല ഡയറക്ഷനും ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഒരു സീസണ് നമുക്കറിയാം ഹാഫീസിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഷോ ഡയറക്ടറായിട്ട് പുള്ളി ഉള്ളപ്പോൾ എങ്ങനെയോ ഈ സീസൺ 4 റോബിൻ രാധാകൃഷ്ണനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നടന്ന കോൺട്രവേഴ്സിയൊക്കെ ഉള്ളത് കൊണ്ടും 24 ലൈവ് ആ ഒരു സീസണിൽ എത്തിയത് കൊണ്ടുമൊക്കെ ആ ഒരു സീസണിന് നല്ലൊരു ഹൈപ്പ് എത്തി. ബട്ട് പിന്നീടുള്ള 5, 6 ഒക്കെ വൻ തോൽവി തന്നെയായിരുന്നു. അത് കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ സൈഡ് മാത്രമല്ല, ഷോയുടെ ഡയറക്ഷനും അതുപോലെ തന്നെ ഷോയുടെ തീം, അതുപോലെ തന്നെ പല വിഷ്വൽസ്, ക്യാമറ പോലും നേരെ വെക്കാൻ അറിയത്തില്ല. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും പാളിച്ചകളെ പറ്റി, അതുപോലെ വൻ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര രീതിയിലുള്ള പാർഷ്യാലിറ്റി ആണ് ഈ ഒരു ഡയറക്ടറെ സംബന്ധിച്ച്. ഞാൻ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുകയല്ല, നിങ്ങൾ കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാവുന്നുള്ളൂ. പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഭയങ്കര രീതിയിലുള്ള പാർഷ്യാലിറ്റിയും അവരുടെ സീക്വൻസുകളും ക്ലിപ്സുകളും ഒക്കെ ആയിരിക്കും കൂടുതൽ അവരുടെ സപ്പോർട്ടിനനുസരിച്ചൊക്കെ ആയിരിക്കും പുള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാകുമെന്ന് തന്നെ കരുതുന്നു. എന്നാൽ സെർഗോ വിജയരാജ് വന്നു കഴിയുമ്പം അതിലൊക്കെ ഒരു മാറ്റങ്ങളും പാർഷ്യാലിറ്റിയൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറ്റി സ്ക്രിപ്റ്റഡ് ഷോ ആണെങ്കിൽ പോലും, പറയുന്നത് പുറത്തേക്ക് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് അല്ല എന്നെങ്കിൽ പോലും ഒരു ഷോയുടെ വിജയത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നടത്തി പ്രോപ്പറായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ടീമിനെ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള തീം കൊണ്ടുവന്ന് പ്രോപ്പറായിട്ടുള്ള ഗെയിമുകളും ടാസ്കുകളും ഒക്കെ ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സെർഗോയുടെ പല ഷോകളും അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അത്രമാത്രം അടിപൊളിയാണ്. അപ്പം ഈ ഒരു ബിഗ് ബോസിലേക്ക് ഡയറക്ടറായിട്ട് വരുമ്പോൾ, ആദ്യമായിട്ട് തന്നെ എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മികവ് പുള്ളി കാണിക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതിനെ മീൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സീസണിലെ വ്യത്യസ്തമായ രീതിയിൽ എത്തിയിരിക്കുന്ന പ്രൊമോയും കാര്യങ്ങളും ഒക്കെ. കാരണം ഇതുവരെ എത്തിയ സീസണുകളിൽ കണ്ടുവരുന്ന ഒരു പ്രൊമോയോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ഈ ഒരു സീസണിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സറിഞ്ഞ് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് അനുസരിച്ച് ലാലേട്ടന്റെ വിജയകരമായിട്ട് ഓടിയ തുടരും മൂവിയുടെ ആ ഒരു ഗെറ്റപ്പിൽ തന്നെ ബിഗ് ബോസിന്റെ പ്രൊമോയും കാര്യങ്ങളും കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഷോട്ടും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ക്യാമറ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു പ്രൊമോയിൽ. അത്ര ഹൈപ്പ് കൊടുത്താണ് പ്രൊമോ പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സീൻ പോലും അത്രയ്ക്ക് പെർഫെക്റ്റ് ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു പ്രൊമോയ്ക്ക് പോലും കൊടുത്തിരിക്കുന്നത്. അപ്പം ഷോ ഡയറക്ടർ എന്ന നിലയിൽ പ്രൊമോയിൽ പോലും ഇത്ര മികവ് കാണിച്ച ആൾ സീസണിലേക്ക് വരുമ്പോൾ, അല്ലെ സീസൺ തുടങ്ങി കഴിയുമ്പോൾ ആ ഒരു മികവ് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ടാസ്കുകളും ഗെയിമുകളും ഒക്കെ മികച്ച രീതിയിൽ എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴ് ബിഗ് ബോസിന്റെ കഴിഞ്ഞു പോയിട്ടുള്ള പല സീസണുകളും കോപ്പി അടിച്ച് കൊണ്ടുവരത്തില്ല. ഇൻ കേസ് തീമും കാര്യങ്ങളും പലതെന്തെങ്കിലും ഒക്കെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പോലും ഇച്ചിരൂടെ കുറച്ച് ടൈറ്റ് ഗെയിംസും ടാസ്കുകളും ഒക്കെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ ലാഗടിപ്പിക്കാതെ എന്റർടൈൻമെന്റ് ആയിട്ട് ഇരുന്ന് 24 ലൈവ് ആണെന്നുണ്ടെങ്കിലും എപ്പിസോഡുകളാണെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എഡിറ്റിങ്ങിന്റെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പാളിച്ചകൾ കഴിഞ്ഞ 2 സീസണുകളിലും പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ പരിഹരിച്ചായിരിക്കും ഈ ഒരു സീസണിലേക്ക് എത്തുന്നതെന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഷോ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. പിന്നീട് ബാക്കിയെല്ലാം കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ്. മികച്ച കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. ബട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുറെ കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകെ എത്തിക്കുന്നതായിരിക്കും. നമ്മൾ പ്രെഡിക്ഷനിൽ പറഞ്ഞതും ഓൾറെഡി സൂം മീറ്റിംഗ് കഴിഞ്ഞവർ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ബാക്കി കുറച്ച് പേരുടെ കൂടെ കിട്ടാനുണ്ട്.
ഇവരെ ഇതിൽ കൺഫേംഡ് എന്ന് പറയുന്ന കുറെ പേരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കും അറിയത്തില്ല. വളരെ ദയനീയമായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ബാക്കി കുറച്ച് പേരുടെ പേരും കൂടെ കിട്ടാനുണ്ട്. അപ്പൊ അവരൊക്കെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സീസൺ എത്രത്തോളം മികച്ചതാകുമെന്ന് അറിയത്തുള്ളൂ. കാരണം ഷോയുടെ ഡയറക്ടറോ നല്ലൊരു തീമോ നല്ലൊരു ഗെയിം ടാസ്കുകളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കണ്ടസ്റ്റൻസ് മോശമാണെന്നുണ്ടെങ്കിൽ എല്ലാം പൊളിഞ്ഞില്ലേ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും ഈ ഒരു സീസൺ എന്നാണ് എന്റെ ഒരു ഇപ്പോഴത്തെ പ്രതീക്ഷയും. നമ്മൾക്ക് വിചാരിച്ചതിനും അപ്പുറമായിരിക്കും. ഒരു 7ന്റെ പണി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാനും കരുതുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒന്ന് പറയുക. ഈ ഒരു സീസണെ പറ്റി നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഹാഫീസ് എന്ന ഡയറക്ടറെ മാറ്റി നമ്മുടെ സർഗോ വിജയരാജ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മുൻ സീസണുകളെ അപേക്ഷിച്ച് ഈ ഒരു സീസണിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ബാക്കി നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ കൺഫർമേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നേതൊക്കെയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്, ഷോ എന്നാണ് തുടങ്ങുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഞാനൊരു അപ്ഡേറ്റ് എത്തുന്നതായിരിക്കും. കോമണേഴ്സിനുള്ള ഓഡീഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടോ, അതിന്റെ ഫൈനൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.